എല്ലാവർക്കും എൻ്റെ മൂവി അഡിക്റ്റ് പറഞ്ഞ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ആസിഫ് അലി നായകനായ ദ മിറേജ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. പൊതുവെ എനിക്ക് ഈ ആസിഫ് അലിയുടെ മൂവീസ് വരുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ മൂവീസ് പൊതുവെ നമുക്കറിയാം ട്വിസ്റ്റ് ആൻഡ് ടേണിംഗ് കൊണ്ട് മാത്രമല്ല കഥാപാത്രത്തെ കൃത്യമായ രീതിയിൽ ഒരു വാല്യൂ കൊടുത്താൽ ഒരു ആ പ്ലേസ് ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് പൊതുവെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പറഞ്ഞാൽ മെമ്മറീസ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഡിറ്റക്റ്റീവ്, ദൃശ്യം, അങ്ങനെയുള്ള കൂമൻ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയൊരു സിനിമകളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ഒരു ഇത്രയും വലിയൊരു കഴിവ് കളിച്ചൊരു ഡയറക്ടർ എന്ന സിനിമ വരുമ്പോൾ അത് നമുക്ക് ഭയങ്കര കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അങ്ങനെ ഒരു 11 ഞാൻ പോയി. ഈ പടത്തിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും നിരാശയാണ് കൊണ്ടുതന്നത്. എനിക്കൊരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് കേസ് എനിക്ക് തോന്നിയത്. കാരണങ്ങൾ കുറേ ഉണ്ട്. ഈ പടത്തിൽ ട്വിസ്റ്റ് ആൻഡ് ടേണിംഗ് എന്ന് പറയുന്നത് ശരിക്കും ചായ കുടിക്കുന്ന വേഗതയിലാണ് ഇതിൽ പടത്തിൽ ട്വിസ്റ്റ് ആൻഡ് ടേണിംഗ് കഴിഞ്ഞു പോകുന്നത്. നമ്മൾ ഒരു സെക്കൻഡ് ആകുമ്പോഴേക്ക് എത്രയോ ട്വിസ്റ്റുകൾ കടന്ന പോലെയാണ്, നമുക്ക് പ്രാന്ത് പിടിക്കും തലയ്ക്ക്. അതേപോലെ തന്നെ ഇതിലെ കഥാപാത്രങ്ങൾക്ക് വരുന്നത് ഒരു ആവശ്യമില്ലാതെ കൃത്യമായ സ്ഥലത്ത് പ്ലേസ്മെന്റ് അല്ല അവർക്ക് കൊടുത്തിരിക്കുന്നത്. വെറുതെ എന്തിനു വേണ്ടി പോകുന്ന പോലെയൊക്കെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആസിഫിലേക്ക് ചില സീൻസിലൊക്കെ ഭയങ്കര ബോറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ആവശ്യം ഈ സീൻ? ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു സീനായി പോയി. പിന്നെ അപർണ ബാലമൂലിലൊക്കെ ശരിക്കും പറഞ്ഞ ഒരു മിസ്മാച്ച് ആയിപ്പോയി ഈ പടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമുക്ക് ബിഗ് ബോസിലെ അർജുനുണ്ട്, അതിലും കോമഡി ഇതിലും കോമഡി പീസാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തത്തിൽ എനിക്കൊരു പടം ബിലോ ആവറേജ് തോന്നിയത്. നിങ്ങൾ കാണാതിരിക്കാം. ഒക്കെ പ്രഡിക്റ്റബിൾ ആകുന്ന ഇതിനുള്ള ട്വിസ്റ്റ് ആൻഡ് ടേണിങ്ങും കഥാപാത്രത്തെ കൃത്യമായ രീതിയിൽ പ്ലേസ്മെന്റ് നൽകാത്തതും മൊത്തത്തിൽ കഥ തന്നെ ഒരു കുളമാക്കി കൊടുക്കുന്ന രീതിയിൽ ഒരു ബന്ധമില്ലാത്ത നമ്മൾ കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു കഥയോ സ്റ്റോറിയോ ഇതിൽ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. നിങ്ങൾ കാണാതിരിക്കാം. എനിക്കൊന്നും തോന്നിയിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, ഓഡിയൻസിന് ഇഷ്ടമാണ്. ഇതിൽ കുറേ പേരെ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട് പടത്തിൽ നിന്ന് റിവ്യൂ പറഞ്ഞു. ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ പറയുന്നത്. എനിക്ക് ആരും ക്യാഷ് തന്നിട്ടല്ല ഞാൻ റിവ്യൂ പറയുന്നത്. ഓക്കെ, എൻ്റെ ഏറ്റവും ചെറിയ ചാനലാണ് ഗൈസ്. ഈ സിനിമകളൊക്കെ പോയി കണ്ട് നിങ്ങളുടെ മുന്നിൽ ഒന്ന് റിവ്യൂ പറയുന്നത് കുറച്ച് കോസ്റ്റ് ആവുന്നുണ്ട്. ഒന്ന് നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ തന്ന് ഒന്ന് സഹായിക്കണേ. അതിനൊന്നും പഞ്ചില്ലല്ലോ, ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ്, മനസ്സിലായാ? ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് അടുത്ത മൂവിയിലേക്ക് റിവ്യൂ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് നൈറ്റ്.